അനേകം വാഹനങ്ങൾ, പോലീസിൻ്റെ തന്നെ വാഹനങ്ങൾ വളരെ പ്രശ്നമാണ്. കാരണം ബസ്, ഉദാഹരണത്തിന് പോലീസ് ഫോഴ്സിനെ കൊണ്ടുവരുന്ന ബസ്സുണ്ട്. നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ സമരം നടക്കുമ്പോൾ ബസ് വരും, തിരിച്ച് നന്ദാവനം ക്യാമ്പിലേക്ക് മടങ്ങും, അല്ലെങ്കിൽ SAP ക്യാമ്പിലേക്ക് പോകും. ഈ ഒരു ദൂരം മാത്രമേ ഇത് ഓടുന്നുള്ളൂ. പിന്നെ ഇത് ലോങ് ഡിസ്റ്റൻസ് ഓടുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ശബരിമലയ്ക്ക് വർഷത്തിൽ 2, 3, 4, 5 പ്രാവശ്യം അവർ ഓടും. അപ്പോൾ വളരെ കിലോമീറ്റർ കുറവാണ്. ഒരു ബസ്സൊക്കെ 15 വർഷം പിന്നിടുമ്പോൾ 1,00,000 കിലോമീറ്റർ പോലും ഓടാത്ത ബസ്സുകൾ സ്ക്രാപ്പ് ചെയ്യണം എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അത് ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ വണ്ടികളെ മുഴുവൻ 5 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ അടിയന്തരമായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ വണ്ടികൾക്ക് റീ രജിസ്ട്രേഷൻ കൊടുക്കും. ഇനി അടുത്തായി വരുന്നത് എല്ലാ സർക്കാർ വണ്ടിക്കും വേറൊരു രജിസ്ട്രേഷൻ നമ്പർ വരാൻ പോവാണ്. സംസ്ഥാന സർക്കാർ വാഹനങ്ങൾക്ക് അത് ഉടനെ തന്നെ ഇറങ്ങും, ഉത്തരവ് ഉടനെ ഇറങ്ങും. സംസ്ഥാന സർക്കാരുകളുടെ വാഹനങ്ങളെല്ലാം KL 90 KL 90, പിന്നെ സംസ്ഥാന ABC എന്ന് പോകും. 90A എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് വാഹനങ്ങളായിരിക്കും. 90A എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് വാഹനമായിരിക്കും. 19C എന്ന് പറയുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുടെ വാഹനമായിരിക്കും. D എന്ന് പറയുന്നത് മറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ഈ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വണ്ടികൾ 90D ആയിരിക്കും, C ആയിരിക്കും. 90 എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് കാർ. 90A എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്. 90C എന്ന് പറയുമ്പോൾ അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ. 90C എന്ന് പറയുമ്പോഴേക്കും അത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ ആയിരിക്കും. പ്രത്യേക രജിസ്ട്രേഷൻ ആയിരിക്കും. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് അതിൻ്റെ രജിസ്ട്രേഷൻ ഓഫീസ് ഓൺലൈനിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ പോലും തിരുവനന്തപുരത്തെ നാഷണലൈസ്ഡ് സെക്ടറുമായി ചേർന്നുകൊണ്ടായിരിക്കും വരുന്നത്. അതിൻ്റെ ഉത്തരവും ഉടൻ തന്നെ പുറത്തിറങ്ങുക. എല്ലാം റെഡിയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ശുപാർശയും ആവശ്യവുമായിരുന്നു. ആ ആവശ്യം നടപ്പിലാക്കുന്നു. അതുപോലെ നമ്മൾ ഹിയറിംഗ് കഴിഞ്ഞിരിക്കുന്നു. 503 പുതിയ പ്രൈവറ്റ് ബസ് റൂട്ടുകൾ ഇറക്കും എന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. അതും ഏതാണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട്. അതിൻ്റെ ഹിയറിംഗ് കഴിഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ ഈ ആഴ്ച തന്നെ അതിൻ്റെ ഉത്തരവ്. 503 പുതിയ റൂട്ടുകൾ KSRTC ബസ്സുകളോ പ്രൈവറ്റ് ബസ്സുകളോ ഇതുവരെ ഓടിയിട്ടില്ലാത്ത, ഓടാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ ചെറിയ ബസ്സുകൾ വാങ്ങി ഓടിക്കുക. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ യുവതികൾക്ക്, കൂട്ടുകാർക്ക്, അങ്ങനെ ഫാമിലിക്ക് ചെറിയ മിനി ബസ്സുകൾ വാങ്ങി ഓടിക്കാൻ കഴിയുന്ന ഇതുവരെ സർവീസ് ഇല്ലാത്ത റൂട്ടുകൾ. അത് ലാഭമാകുമെന്ന് ഞാൻ പറയാൻ കാരണം, ഈ ഒരു ഐഡിയ ഞാൻ പറയുമ്പോൾ ഇത് ലാഭത്തിലായിത്തീരും എന്ന് എനിക്കറിയാം. കാരണം ഇതേ കാര്യം KSRTCയിൽ ഇപ്പോൾ പരിശോധിച്ചു. പ്രൈവറ്റ് ബസ്സോ KSRTC ബസ്സുകളോ പോകാത്ത പ്രാദേശിക റൂട്ടുകളിൽ ചെറിയ മിനി ബസ്സുകൾ KSRTC ഓടിച്ചതെല്ലാം വലിയ വിജയമാണ്. 1 കിലോമീറ്റർ ഓടുമ്പോൾ 56 രൂപ വരെ EPK കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി വൻ വിജയമായിരിക്കും. ഇതുവരെ വണ്ടി ഓടാത്ത റൂട്ടുകളെന്ന് പറയുമ്പോൾ യാത്രക്കാർ ഇന്ന് യാത്രയ്ക്ക് വേണ്ടി നടന്നു പോവുകയും ഓട്ടോറിക്ഷ പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ജീപ്പിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക്, ഉൾപ്രദേശമൊക്കെ ആയിരിക്കും, ആദിവാസി മേഖലകളും വനമേഖലകളും ഒക്കെ ആയിരിക്കും ഇത് പോകുന്നത്. മെയിൻ റോഡിൽ ഇറങ്ങും, മെയിൻ റോഡിൽ വന്ന് ചേരും. അവിടെ കൂടെയൊക്കെ കറങ്ങി മെയിൻ റോഡിൽ വന്ന് ചേരും, ജംഗ്ഷനുകളിൽ വന്ന് ചേരും ഇത്. അപ്പോൾ ഈ കണക്ടിവിറ്റി MLA മാരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും, ഗ്രാമസഭ കൂടി MLA മാരുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിട്ട് തിരഞ്ഞെടുത്ത 503 റൂട്ടുകളാണ് ആദ്യഘട്ടത്തിൽ. തർക്കം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ ആരും ഓടാത്ത, പ്രൈവറ്റ് ബസ്സോ KSRTC ഓടാത്ത വെർജിൻ റൂട്ടുകൾ 503 എണ്ണം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഹിയറിംഗ് കഴിഞ്ഞു. അതിൻ്റെ ബന്ധപ്പെട്ട കക്ഷികളെല്ലാം ഹിയർ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ റിപ്പോർട്ട് വന്നാൽ ഈ ആഴ്ച തന്നെ, ഇതിൻ്റെ ചൊവ്വാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉത്തരവും ഇറങ്ങും. അപ്പോൾ 4 കാര്യങ്ങൾ കേരള നിയമസഭയിലും മാധ്യമങ്ങളോടും ജനങ്ങളോടും ട്രാൻസ്പോർട്ട് വകുപ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. 1, സർക്കാർ വണ്ടികളുടെ കാലാവധി വർദ്ധിപ്പിക്കുന്നു. 2, ഈ കേന്ദ്രം ഉയർത്തിയ 3 ഇരട്ടി 4 ഇരട്ടിയായി ഉയർത്തിയ റീ രജിസ്ട്രേഷൻ ചാർജ് വെട്ടിക്കുറച്ചിരിക്കുന്നു. 3-മത്തത് ഇതാണ്, വെർജിൻ റൂട്ടുകൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞിരുന്നു. അതാണ് 503 റൂട്ടുകൾ വരുന്നത്. പിന്നെ നമ്പർ പ്ലേറ്റ് കേന്ദ്ര സർക്കാർ. അപ്പോൾ വണ്ടി കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. 90യിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഗവൺമെൻറ് കാറായിരിക്കും. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വരും. അങ്ങനെ 90. അപ്പോൾ ഇത് മുഴുവൻ 90 കഴിഞ്ഞ് കഴിഞ്ഞാൽ 90D എടുക്കുന്നത്, 90D വരുന്ന വീണ്ടും സംസ്ഥാന സർക്കാർ വരും. അത്രയും വണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ പോലീസ് വണ്ടി അടക്കം എല്ലാം. KSRTCക്ക് നമ്പർ 15 KL 15 എന്ന് പറയുന്നത് പോലെ ഇത് 90-ലായിരിക്കും. എല്ലാം പഞ്ചായത്തിൻ്റെ വണ്ടികളും എല്ലാം
അതിലായിരിക്കും വരുന്നത്. ഇത്രയും 4 കാര്യങ്ങൾ നിയമസഭയിലും പുറത്തുമായി നൽകിയ ഉറപ്പുകൾ പാലിച്ചിരിക്കുകയാണ്. കമ്പാരിസൺ ഞാൻ പറയാം. മോട്ടോർ സൈക്കിളിന് 200 രൂപയായിരുന്നു. അത് കേന്ദ്ര ഗവൺമെൻറ് 600 വർദ്ധിപ്പിച്ചു. അതങ്ങനെ തന്നെ തുടരുകയാണ്. 600 രൂപയായിരുന്നു. അത് 600 രൂപയായിരുന്നു. 200 200 400 അങ്ങനെ 600 രൂപയായിരുന്നു. അതിൽ വർധനവില്ല, 600 തന്നെ തുടരുന്നു. പിന്നെ ഓരോ വർഷത്തെയാണ്, അതായത് 10 വർഷം അല്ലേ? ഏറ്റവും ലാസ്റ്റിലുള്ളത് ഞാൻ വായിക്കാം. അതായത് പാസഞ്ചർ വെഹിക്കിൾ ഓൾഡർ ദാൻ 10 ഇയേഴ്സ് അപ് ടു 13 ഇയേഴ്സ് 10 വർഷം മുതൽ 13 വർഷം വരുന്ന വണ്ടിക്ക് കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയത് 600 + 200 നിലവിലുണ്ടായിരുന്നത് 1800 രൂപയായിരുന്നു. അതിനെ കേന്ദ്ര ഗവൺമെൻറ് 2000 വർദ്ധിപ്പിച്ചു. നമ്മളതിനെ 1500 കുറച്ചു. 15 വർഷം കഴിഞ്ഞ വണ്ടി ആയതുകൊണ്ടാണ്. 10 വർഷം മുതൽ 13 വർഷം വരെയാണ്. 13 മുതൽ 15 വർഷം വരെയുള്ള വണ്ടിക്ക് വെറും 800 രൂപയായിരുന്നു. അതിനെ കേന്ദ്ര ഗവൺമെൻറ് 6000 വർദ്ധിപ്പിച്ചു അല്ലേ? 6000 വർദ്ധിപ്പിച്ചു. നമ്മളത് 3000 കുറച്ചു, നേരെ പകുതിയാക്കി കുറച്ചു. നേരത്തെ ഓൾഡർ ദാൻ 15 ഇയേഴ്സ് 20 ഇയേഴ്സ് 1200 രൂപ അല്ലേ? 800 അല്ലേ? 800ആണ്. ഓട്ടോമാറ്റിക്കും മാനുവലും പറയുന്നുണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക് ഇല്ല, മാനുവലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഓട്ടോമാറ്റിക് ഇല്ലല്ലോ പഴയ വണ്ടിക്കൊന്നും. അപ്പോൾ 800 14,000 വർദ്ധിപ്പിച്ചു സർക്കാർ. നമ്മളത് 7000 കുറച്ചു. കേന്ദ്ര ഗവൺമെൻറ് 14,000 വർദ്ധിച്ച് നേരെ പകുതിയായി 7000 കുറച്ചു. പിന്നെ ഇതെല്ലാം മാനുവലേ ഉള്ളൂ. 800 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഓൾഡർ ദാൻ 20 ഇയേഴ്സ്. അത് 28,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. നമ്മൾ 14,000 രൂപയായിട്ട് കുറച്ചു, നേരെ പകുതിയായി കുറച്ചു. കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചതിന് നേരെ പകുതിയായിട്ട് കുറച്ചു. അത് ഓൾഡർ ആയതുകൊണ്ടാണ്. കാരണം 10 വർഷം 15 അതിന് അങ്ങോട്ട് അല്ലാതെ പോകുന്നിടത്തൊന്നും വലിയ വർധനവില്ല. നമ്മൾ അവർ 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരുന്ന, പിന്നെ 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചത് നമ്മൾ 1500 കുറച്ചു കൊടുത്തു. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. 6000 വർദ്ധിപ്പിച്ചതിനെ 2000 കുറച്ചു കൊടുത്തു. ഓൾഡർ ദാൻ 13 ഇയേഴ്സ് ടു മീഡിയം ഗുഡ്സ് വെഹിക്കിൾ, ചെറിയ മിനി ലോറികളൊക്കെ ഉണ്ടല്ലോ, അതിനെ 13 വർഷം മുതൽ 15 വർഷം വരെയുള്ള വണ്ടിക്ക് കേന്ദ്ര സർക്കാർ 6000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അതിനെ 2000 കുറച്ചു കൊടുത്തു. 1/3 കുറഞ്ഞു. പിന്നെ അത് 800 രൂപ ഉണ്ടായിരുന്നുള്ളൂ അതിന്. ഇതെല്ലാം 800 രൂപയായിരുന്നു വെച്ചിരുന്നത്. ഓൾഡർ ദാൻ 15 ഇയേഴ്സ് 20 ഇയേഴ്സ് 11,300 11,300 രൂപയായിരുന്നതിന് നമ്മൾ 6000 രൂപയായിട്ട് കുറച്ചു കൊടുത്തു. അതിന് പകുതി ആയിട്ട് കുറച്ചു. പിന്നെ ഓൾഡർ ദാൻ 20 ഇയേഴ്സ് ഈ LMB ആണ്, പിന്നെ മീഡിയം ഗുഡ്സ് വെഹിക്കിൾ ആൻഡ് പാസഞ്ചർ വെഹിക്കിൾ, MPV എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടത്. അത് 22,600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു കേന്ദ്ര ഗവൺമെൻറ്. അത് 11,300 രൂപയായിട്ട് കുറച്ചു. ഏതാണ്ട് 50% ആയിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. എല്ലാത്തിലും കുറവ് വരുത്തിയിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾ പോലുള്ള ചെറിയ സാധനങ്ങൾ മാത്രം വലിയ വ്യത്യാസം വന്നിട്ടില്ല. നിയമകുരുക്കില്ല. നിയമപരമായി എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ചെയ്തിരിക്കുന്നത്. അതെ, അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് ഞാൻ വന്നതിന് ശേഷം കണ്ടുപിടിച്ചാൽ. ഇതിനകത്തൊരു വകുപ്പുണ്ട് എന്ന് കണ്ടുപിടിച്ചത് ഞാനാണ്. വകുപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ ആർമി വെഹിക്കിൾ, പോലീസ് വെഹിക്കിൾ, ഫോഴ്സസിൻ്റെ വെഹിക്കിൾ, എമർജൻസി വെഹിക്കിൾ, അതിലെ ആംബുലൻസൊക്കെ വരും. ആ കാറ്റഗറിയിൽ വരെ ഫയർ എഞ്ചിൻ പോലുള്ള കാര്യങ്ങൾക്ക് 15 വർഷം കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ കൊടുക്കാം എന്ന് വ്യവസ്ഥയുണ്ട്. ഫോറസ്റ്റ്, എക്സൈസ്, അതായത് ഈ നമ്മുടെ ഫോഴ്സുകളുടെ എല്ലാം. അപ്പോൾ അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കിട്ടും, യൂണിഫോംഡ് ഫോഴ്സാണ്. അപ്പോൾ അങ്ങനെ വരുന്ന എമർജൻസി വെഹിക്കിൾസ്, ആംബുലൻസ് അടക്കമുള്ളതിന് 15 വർഷം കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാം എന്ന് വ്യവസ്ഥയിലുണ്ട്. മറ്റേത് വ്യവസ്ഥയിലുള്ളത് തന്നെയാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വാഹൻ സൈറ്റിലോട്ട് കയറത്തില്ല. വാഹൻ സൈറ്റ് കയറാത്തതുകൊണ്ട് നമ്മൾ മറ്റൊരു RC ബുക്ക് കൊടുക്കുകയാണ് ഇതേ നമ്പറിൽ തന്നെ. ഈ ഗവൺമെൻറ് വണ്ടികൾക്ക് അങ്ങനെ ടാക്സ് ഇല്ലല്ലോ. അപ്പോൾ ഒരു RC ബുക്ക് കൊടുക്കുകയും അതിന് സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യാം, പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം സംസ്ഥാനത്തിനകത്തേക്ക് കേരള സംസ്ഥാന ഇൻഷുറൻസ് കൊടുക്കും. സ്റ്റേറ്റ് ഇൻഷുറൻസ് അവർ ഏറ്റെടുക്കും. അവരെ ഇൻഷുറൻസ് എടുത്തേക്കും. അപ്പോൾ സ്റ്റേറ്റിനകത്ത് ഇൻഷുർഡാണ് സാധനം. തേർഡ് പാർട്ടി ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആയിരിക്കും അത് പേ ചെയ്യുന്നത്. അല്ല പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾക്ക് പറ്റില്ല. എല്ലാത്തിലും മനുഷ്യന് വേണ്ടിയുള്ള, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കണ്ടുപിടിച്ചതുകൊണ്ടാണ്. പണ്ട് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളത് കണ്ടുപിടിച്ചു. മരുന്നില്ലാത്ത രോഗമുണ്ടോ?
അല്ല, അതാണ് പറഞ്ഞ പഞ്ചായത്ത് വണ്ടികളൊക്കെ ഇല്ലേ, അത് എമർജൻസി വാഹനങ്ങൾക്ക് നിയമത്തിൽ വ്യവസ്ഥയുണ്ട്, മറ്റേതിനും വ്യവസ്ഥയുണ്ട്. പക്ഷേ വാഹനത്തിൽ കയറില്ല സൈറ്റിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു രജിസ്ട്രേഷൻ കാർഡ് കൊടുക്കും, KSRTC കൊടുക്കുന്നുണ്ട്. വാഹനം ഓടിക്കൽ കേന്ദ്രം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഒരെണ്ണം എടപ്പാളിൽ KSRTCയുടെ പണി പൂർത്തിയായിട്ടുണ്ട്, അല്ലേ, പണി ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകും. ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നും. നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. നമ്മൾ നിയമവിദഗ്ധരുമായിട്ടൊക്കെ സംസാരിച്ചു, നിയമ വകുപ്പുമായി സംസാരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിയമത്തിൽ വ്യവസ്ഥയുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാനുള്ള അധികാരമുണ്ട്, അത് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഈ ചാർജ് കുറയ്ക്കാൻ തന്നെ ആദ്യം കേന്ദ്ര ഗവൺമെൻറ് അധികാരമുള്ളതിന് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അതിലും വകുപ്പ് കണ്ടുപിടിച്ചില്ലേ, ഇതിലും ഒരു വകുപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ എമർജൻസി വെഹിക്കിൾ എന്ന് പറയുന്നത് പോലീസ്, പിന്നെ ഫയർഫോഴ്സ്, ഇതെല്ലാം ചെയ്യാൻ പറ്റും. അത് വേറെ കാറ്റഗറിയാണ്. മറ്റ് വണ്ടികൾ കൂടി നമ്മളൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയാണ്. അല്ല, ആ നികുതി അല്ല, ഇല്ല. അതിനകത്ത് സംസ്ഥാന സർക്കാർ നികുതിയൊന്നും വർദ്ധിപ്പിച്ചില്ല. നേരത്തെ ഉള്ളതാണ് ഈ മഞ്ഞ കളറിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന സാധനങ്ങൾക്ക് 800 രൂപ വെച്ചൊക്കെ ഉള്ളൂ. ഓട്ടോമാറ്റിക് വെഹിക്കിളിന് 1200. ഉദാഹരണത്തിന് ഓൾഡർ ദാൻ 20 years ഉള്ള പാസഞ്ചർ വെഹിക്കിളിന് 800 രൂപയുള്ളൂ മാനുവൽ ഗിയറിന്. ഓട്ടോമാറ്റിക് ഗിയറിന് 1200. ഓട്ടോമാറ്റിക് ഗിയർ 15 വർഷത്തിൽ പഴക്കമുള്ള വണ്ടികൾ വളരെ ഫോറിൻ ഇമ്പോർട്ടഡ് വണ്ടികളും ആയിരിക്കണം, അല്ലെ അന്നില്ല. അന്ന് അത്രയും 20 വർഷത്തിന് മേളിലുള്ള വണ്ടികൾ ഓട്ടോമാറ്റിക് ഗിയർ ഇമ്പോർട്ടഡ് വണ്ടികളും ആയിരിക്കണം, അല്ലാതെ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ 800 ഉണ്ടായിരുന്നുള്ളൂ. ആ 800-നെയാണ് 28,000 വർദ്ധിപ്പിച്ചത് കേന്ദ്ര ഗവൺമെൻറ്. 800-ൽ നിന്നാണ് 20, എല്ലാം ഒരേ റേറ്റ് ആയിരുന്നു. 800-ൽ നിന്ന് 28,000 പോയി. അതാണ് 14,000 കൊണ്ടുപോകുന്നത്. എവിടെ ഇതിനോ? ഇല്ല, വർദ്ധിപ്പിച്ച് അല്ല. അത് വാഹന നികുതിയാണ്. അതല്ല, വാഹന നികുതി വേറെ. ഇത് വൺ ടൈം രജിസ്റ്റർ ചെയ്യും അടയ്ക്കുന്ന ഫീസാണ്. രജിസ്റ്റർ വാഹന നികുതി വർദ്ധിപ്പിച്ചത് അത് ടാക്സാണ്. അത് ബഡ്ജറ്റിൽ വരുന്ന തീരുമാനത്തിൽ ടാക്സാണ്. അത് റോഡ് ടാക്സാണ്. റോഡ് ടാക്സാണ്. ഇത് രജിസ്ട്രേഷൻ വൺ ടൈം. ഞാനിപ്പം 15 വർഷം കഴിഞ്ഞ വണ്ടി ഒന്ന് പുതുക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ എൻ്റെ നിന്ന് വാങ്ങുന്ന പണമാണ് വൻതോതിൽ വർദ്ധിപ്പിച്ചത്. അതാണ് വെട്ടിക്കുറച്ചത്. അല്ല, മറ്റേത് ബഡ്ജറ്റിലാണ് മന്ത്രിയാണ് ധനകാര്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ തൽക്കാലം വാഹനങ്ങളുടെ ഒന്നും ഇളവിന് നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് പ്രപ്പോസൽ ധനകാര്യ വകുപ്പിൽ കൊടുത്തിരിക്കുകയാണ്. മന്ത്രിസഭ പാസ്സാക്കിയാൽ സർക്കാരിന് 1200 കോടി രൂപ കിട്ടും. അതായത് ഇപ്പോൾ നിലവിലുള്ള ഫൈനുകൾ, നമ്മുടെ ക്യാമറ അടിക്കുന്ന ഫൈന്, അത്തരം ചെല്ലാൻ അടിച്ചിട്ടുള്ള ഫൈനുകളെ 50% കുറച്ച് കൊടുത്തൊരു അദാലത്ത്. അപ്പോൾ നമുക്ക് 10,000 രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 5,000 രൂപ അടച്ചാൽ നമ്മുടെ കേസുകളെല്ലാം തീർത്ത് കൊടുക്കുന്നതല്ല അദാലത്ത് വയ്ക്കാൻ വേണ്ടി ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അത് മന്ത്രിസഭാ യോഗത്തിന് പാസ്സാക്കാവുന്നേ ഉള്ളൂ. അപ്പം ധനകാര്യ വകുപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അവർ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നാൽ മന്ത്രിസഭാ യോഗം പാസ്സാക്കിയാൽ ഒരു 3 മാസത്തിനുള്ളിൽ 1200 കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ വരും എന്നാണ് കണക്കാക്കുന്നത്. അത് ഈ ചെല്ലാൻ അടിച്ചത് പിന്നെ നികുതി അടയ്ക്കാതെ, ഇപ്പോൾ കൊറോണ കാലത്തൊക്കെ പല വണ്ടികളും ഷെഡിൽ കയറ്റിയിട്ടു അവരുടെ നികുതി റവന്യൂ റിക്കവറിയിലേക്കൊക്കെ പോയിരുന്നു. അവർക്ക് കാര്യമായ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ബാക്കി അടപ്പിച്ച് തീർത്താൽ വലിയൊരു നേട്ടം സർക്കാരിന് കിട്ടുമെന്നാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ഒരു പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ നല്ല, ജനങ്ങൾക്കും വളരെ യൂസ്ഫുള്ളായിരിക്കും. ഈ ഫൈൻ അടിച്ച വണ്ടി, ഓടാത്ത വണ്ടിക്ക് ടാക്സ്, സ്ക്രാപ്പ് ചെയ്ത് അറിയാതെ പണ്ട് സ്ക്രാപ്പ് ചെയ്ത് പോയ വണ്ടികൾക്ക് ടാക്സ്, നിലവിൽ തന്നെ ഇല്ലാത്ത വണ്ടികൾ ഇതിൻ്റെ ഒരു റൈറ്റ് ഓഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആളുകൾക്ക് വണ്ടി എന്തും ഇല്ലെങ്കിലും ടാക്സ് അടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഔദ്യോഗികമായി ഇവർ സ്ക്രാപ്പ് ചെയ്തിട്ടില്ല, നമ്പർ മാത്രമേ ഉള്ളൂ വാഹനം, അവർക്ക് ടാക്സ് അടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളെ ആ ഒരു ഇഷ്യൂസ് സോൾവ്, അത്രയധികം ഫയലുകൾ ക്ലോസ് ചെയ്യാൻ പറ്റും. വലിയൊരു എമൗണ്ട് ഇതിൻ്റെ ഒരു ശതമാനം വാങ്ങിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത്. ഇൻഷുറൻസ് ഉണ്ട്, മതി. ഇല്ല, നമ്മൾ ആ വാഹനങ്ങൾക്ക് പ്രത്യേക RC ബുക്ക് കൊടുക്കും. അതിന് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ റീ രജിസ്ട്രേഷനാണ്, പുതിയ രജിസ്ട്രേഷൻ. നമ്പർ മാറില്ല, സെയിം തന്നെയായിരിക്കും, നമ്പർ സെയിം തന്നെയായിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അതിന് മുമ്പ് സർക്കാർ മറ്റേ ഉത്തരവ് ഇറങ്ങിയാൽ പഴയ നമ്പർ തന്നെയായിരിക്കും, വ്യത്യാസം. ഇപ്പോൾ KSRTC ഓടുന്നുണ്ടല്ലോ, 15 നമ്പറിൽ ഓടുന്ന 15 വർഷം കഴിഞ്ഞ വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യണമെന്നാണ്. 18 വർഷം കഴിഞ്ഞ വണ്ടി അവർ ഓടുന്നുണ്ട്. നമ്മളിപ്പോൾ കുറയ്ക്കുകയാണ്. കാരണം KSRTCയുടെ നഷ്ടം കുറയ്ക്കാൻ വേണ്ടി പഴകിയ വണ്ടികൾ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കണ്ട ദിവസം നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്നില്ലേ, നമ്മളെ KSRTCയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ CMDയോട് പറഞ്ഞത് അവിടെ കിടക്കുന്ന സ്ക്രാപ്പും ഷാജിയും പറഞ്ഞു, സ്ക്രാപ്പ് വണ്ടി, പഴയ വണ്ടികൾ, ഏറ്റവും പഴയ വണ്ടികൾ മൊത്തം വിൽക്കാൻ പറഞ്ഞു. കാരണം അത് ഓടുന്നതിനേക്കാൾ നല്ലത് അത് വിറ്റ് കാശ് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ മറ്റു തരത്തിൽ മെച്ചപ്പെട്ടത് കൊണ്ട് ഞാൻ 2001 മന്ത്രിയായിരിക്കുമ്പോൾ ഒരു KSRTC ബസ്സിൻ്റെ പരമാവധി ആയുസ് 12 വർഷമായിരുന്നു. അന്നത്തെ പ്ലാൻ 9 വർഷത്തിലേക്ക് കൊണ്ട്, അന്ന് ഒരു പൈസയും സർക്കാർ തരത്തില്ല. എങ്ങനെയെങ്കിലും ഇതിനെ പഴയതിനെല്ലാം വിറ്റിട്ട് 9 വർഷത്തിലേക്ക് കൊണ്ടുവരാം,
അപ്പോൾ കുറേ ലാഭം കിട്ടും നമുക്ക്. പുതിയ വണ്ടികൾ ഓടുമ്പോൾ മൈലേജ് കൂടുതൽ കിട്ടും, തേയ്മാനം കുറയും, ഫെയർ പാർട്സും വർക്ക്ഷോപ്പ് പണിയും കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. പക്ഷേ പിന്നീട് ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ മന്ത്രിയായിട്ട് വരുമ്പോൾ വണ്ടിയുടെ ആയുസ് 18 കൊല്ലം 19 കൊല്ലമായി മാറി. 12 കിടന്നതിനെ 9 കൊണ്ടുവരണമായിരുന്നു അന്ന് എൻ്റെ പ്ലാൻ. അത് ഇരട്ടിയായി എന്ന് ആലോചിക്കണം. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും കുറയ്ക്കാനുള്ള പരിപാടിയിലാണ്. പുതിയ വണ്ടികൾ വാങ്ങാൻ സർക്കാർ പണം നൽകിയതുകൊണ്ട് കുറേ പഴയ വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 18 വർഷമല്ലേ ഷാജി? 18 കുറച്ച് എണ്ണം കിടപ്പുണ്ട്. പഴയ 18-19 വർഷമായൊക്കെ പഴയ ഒഴിവാകും. അപ്പോൾ വയസ്സ് 17ലേക്ക് വരും. അത് എങ്ങനെയെങ്കിലും 10 താഴെ കൊണ്ടുവരണം. 10 താഴെ കൊണ്ടുവരുമ്പോൾ ഇത് വലിയ വിജയമായിട്ട് മാറും. ഏതാ? ഒന്നുമില്ല. റീൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ. എന്നോട് ചോദിച്ചു, ഞാൻ റീൽ എടുക്കാൻ നിർത്തുമെന്നും പറഞ്ഞില്ല. പക്ഷേ അടിച്ചു വിട്ടത് ഞാൻ റീൽ എടുക്കാൻ നിർത്തുക. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ മറ്റുള്ളവരെ പ്രൈവസിയിൽ കയറി റീൽ എടുക്കാൻ പാടില്ല. ഇപ്പോൾ എന്നെ വെച്ചിട്ട് എനിക്ക് തലകുത്തിക്കുന്ന റീൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളെയും കൂടി ചേർത്ത് റീൽ എടുക്കരുത്. അതൊരാളുടെ വ്യക്തിപരമായ പ്രൈവസിയിൽ കടന്നു കയറലല്ലേ. അതൊരു മര്യാദയല്ലല്ലോ. ഞാൻ പുഴത്തൊലിയിൽ തെന്നി വീഴുന്ന റീൽ എടുക്കാം, എനിക്ക് എടുത്തിടാം. പക്ഷെ വേറൊരാൾ തെന്നി വീഴുന്ന റീൽ എടുത്തിടാൻ എനിക്ക് റൈറ്റ് ഇല്ല. അത് ശരിയല്ല, അത് അന്തസ്സല്ലല്ലോ. ഒരാളെ പ്രൈവസിയിലേക്ക് കിടക്കുകയും അന്ന് ഞാൻ പറഞ്ഞ കറക്റ്റാന്ന് തെളിഞ്ഞല്ലോ. പിന്നെ പോലീസ് പിടിച്ചില്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, തെറ്റ് തന്നെയാണ് ആര് ചെയ്താൽ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ബസ്സിനകത്തൊക്കെ റീൽ എടുക്കുന്നത് അവനവൻ്റെ എടുക്കുന്നുണ്ടോ? നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, ബസ്സിൽ ഇരുന്ന് പാട്ട് പാടുന്നു, ഇതൊക്കെ നമുക്ക് എടുക്കാം. അവനവൻ്റെ എടുക്കാം. ഏത് റീൽസും അവനവൻ്റെ എടുക്കാം. ഭാര്യയും ഭർത്താവിൻ്റെ എടുത്താലും കുഴപ്പമില്ല, ലവേഴ്സ് തമ്മിലെടുത്താലും കുഴപ്പമില്ല. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. അതൊന്നും നമ്മൾ പ്രശ്നമില്ല. കൂട്ടുകാർ തമ്മിലെടുക്കാം. പക്ഷേ മറ്റുള്ളവരെ അനുവാദമില്ലാതെ നമ്മളിവിടെ ഉള്ളു കേട്ടോ. ഞാൻ ഒരു ദിവസം ഈ സ്പോർട്സ് മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ സ്പോർട്സ് സെക്രട്ടറി ഇന്ന് ശിവശങ്കറാണ്, ഞങ്ങളെല്ലാവരും കൂടി ലണ്ടനിൽ പോയി ഒളിമ്പിക്സിന്. അപ്പോൾ അവിടെ ഈ പുതിയ ഒരുപാട് കളിക്കളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരൊരു 10 വർഷം പോയി കളിക്കളം ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ അതിൽ കളിപ്പിച്ച് ഒളിമ്പിക്സിന് തയ്യാറാക്കുകയാണ്. അപ്പോൾ അവർ ആതിഥേയരാണല്ലോ ലണ്ടൻ. അപ്പോൾ ഞങ്ങളൊരു പാർക്കിൽ പോയിട്ട് ഒരു കളിസ്ഥലം, കുഞ്ഞുങ്ങൾ കളിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ കളിക്കുന്ന പാർക്ക് മുതൽ അങ്ങ് നവീകരിച്ചിരിക്കുകയാണ് അവർ. നല്ല സിന്തറ്റിക് സാധനം, വീണ കുഞ്ഞുങ്ങൾ മുറിയാത്ത റബ്ബറുള്ള സാധനമൊക്കെ വെച്ച് ഇത് കണ്ട് ഇതൊന്ന് ഷൂട്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് ഒരു സ്ത്രീ ഇങ്ങോട്ട് വന്ന് വിളിക്കാൻ ചീത്തയെന്നില്ല ഇംഗ്ലീഷിൽ. കാരണം ഇത് നമ്മളെ ഫോണിൽ നിന്ന് പിടിച്ച് അവരുടെ കുഞ്ഞവിടെ കളിക്കുന്നുണ്ട്, ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ അതിൽ പതിഞ്ഞെന്ന് പറഞ്ഞ് ചീത്തയും വിളിച്ച് ഇത് മായ്ച്ച് കളഞ്ഞിട്ടേ അവർ പോയുള്ളൂ. നമുക്ക് ഇവിടുത്തെ രീതി അനുസരിച്ച് നമ്മൾ ഈ പാർക്ക് കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, അവർ ഓടി വന്ന് ചീത്തയും പറഞ്ഞിട്ട് ഈ കൊച്ചിൻ്റെ പടം കാണിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യിച്ചിട്ട് അവർ പോയുള്ളൂ. അതൊക്കെയാണ് ഓരോ രാജ്യത്ത്. ഇവിടെ ആർക്കും ആരുടെ പടം എടുക്കാം. മേയർ വന്നിരുന്നു, അദ്ദേഹത്തിനോട് സംസാരിച്ചു. ചില സ്ഥലങ്ങളിൽ ബസ്സില്ല എന്നുള്ള കംപ്ലയിൻ്റ് ആയിരുന്നു. ആ കംപ്ലയിൻറ്റ് ലിസ്റ്റ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. മേയർ പറഞ്ഞനുസരിച്ച് അദ്ദേഹത്തിന് കഴിയുന്നിടത്തോളം വണ്ടികളെ സിറ്റിയുടെ ചില ഭാഗങ്ങളിൽ രാവിലെയൊക്കെ ചില സ്ഥലത്ത് വണ്ടിയില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പരാതി. ചില വാർഡുകളിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വാർഡിൽ കൂടെ വണ്ടി പോകുന്നില്ല എന്നൊരു പരാതി പറഞ്ഞു പേഴ്സണലായിട്ട്. അപ്പോൾ അത് ഒരു ലിസ്റ്റ് തരാൻ പറഞ്ഞു. അദ്ദേഹം ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് ഞങ്ങളൊരു ഷെഡ്യൂൾ മാക്സിമം എല്ലായിടത്തും എത്തത്തക്ക ഇതിലൊരു ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഷെഡ്യൂൾ ഇന്ന് ഞാൻ ഓഫീസേഴ്സ് വന്നിട്ടുണ്ട്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഫൈനലൈസ് ചെയ്യാൻ തിങ്കളാഴ്ച കഴിഞ്ഞ് മേയറെ ഒന്നുകൂടി കാണും. മേയറുമായിട്ട് ഇരുന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. ചോദിച്ചു. അതൊക്കെ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഇത്രയും നാളെ ചാണ്ടിയമ്മ ഇല്ലായിരുന്നു ഇവിടെ. ഇലക്ഷൻ അടുത്ത് വരുമ്പോഴത്തേക്കും ചുമ്മാ ഒരു ആളുകളെ ഒരു ജാതി വർഗീയ വികാരം ഉണർത്തിവിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചാണ്ടിയമ്മൻ ഒരു വലിയ ഭക്തനാണെന്നല്ലേ പറഞ്ഞത്? പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ ഇന്ത്യയുടെ ഒരു വീട്ടിൽ മരണം നടന്നപ്പം അവിടെ ചെന്ന് രാമായണം വായിച്ചു തരാണ്ട് പറഞ്ഞു. അപ്പോൾ അത്രയും വലിയ ഒരു നന്മയുള്ള ആളാണെങ്കിൽ ചാണ്ടിയമ്മൻ ആദ്യം ചിന്തിക്കേണ്ടത് ബൈബിളിലൊരു വചനമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം നീതിമാനാണ്, അവൻ നീതിമാനോടൊപ്പം കള്ളസാക്ഷി പറയാൻ പാടില്ല എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്, എല്ലാ വേദപുസ്തകത്തിലും. ചാണ്ടിയമ്മൻ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ആരെങ്കിലും സഹായിക്കാൻ പത്തനാപുരത്ത് വന്ന് പറയുക എന്ന് പറയുന്നത്, ചാണ്ടിയമ്മൻ വിശ്വസിക്കുന്ന ദൈവം ചാണ്ടിയമ്മനെ നല്ല നിലയിൽ കൈകാര്യം ചെയ്യും എന്നാണ് വിശ്വാസിയായ ഞാൻ വിശ്വസിക്കുന്നത്. അത്രയുള്ള അതിൻ്റെ മറുപടി. ചാണ്ടിയമ്മൻ വലിയ വിശ്വാസിയും ഭയങ്കര പള്ളിയിൽ തന്നെ കഴിയുന്ന ആളും ഈ പറഞ്ഞ കണക്ക് മരണ വീട്ടിൽ ചെന്ന് രാമായണം വായിക്കുക, MLA-മാർക്ക് നല്ല ജോലിയായിരിക്കും. മരണ വീട്ടിൽ ചെന്ന് രാമായണം വാങ്ങിച്ച് വായിക്കുകയൊക്കെ ചെയ്യുന്ന ചാണ്ടിയമ്മൻ അങ്ങനെ ഒരു സത്യസന്ധനും ദൈവവിശ്വാസിയാണെങ്കിൽ ബൈബിളിലൊരു വചനമുണ്ട്, കള്ളസാക്ഷി പറയുന്നവന് നരകം. ഖുറാനിലും പറയുന്നുണ്ട്. അപ്പോൾ കാണാത്തതും അറിയാത്തതുമായ കള്ളസാക്ഷി പറയരുത്.
അയാൾക്കറിയാമോ അതിനെക്കുറിച്ച്? തെളിവെല്ലാം ഉണ്ടോ കയ്യിൽ? കൊട്ടാരക്കര കോടതിയിൽ എനിക്കെതിരെ ഒരു കേസ് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. കുറേ കാലമായിട്ട് നടത്തിയാണ്. ഒരു തെളിവോ ഒരു വക്കീലോ അവിടെ ഹാജരാവില്ല. എന്തിനാണെന്നറിയോ വെച്ചേക്കുന്നത്? ഈ ഇലക്ഷൻ വരുമ്പോൾ അത് കുത്തിപ്പോക്കാനാണ്. ഈ ഇലക്ഷൻ വരുമ്പോൾ ആ ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ പുതിയ കഥ. ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ അറിയാത്തൊരു സീക്രട്ട് ഈ ഇലക്ഷൻ്റെ തലയ്ക്ക് തലേന്ന് ആരെ പറ്റിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്? നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു രാഷ്ട്രീയ ശരിയാണ്, ചില വകതിരിവും ലജ്ജയൊക്കെ വേണം. അങ്ങനെ ചെയ്ത് ഇത്രയും കാലം ഇല്ലാത്ത ഒരു 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 കണ്ടുപിടുത്തം അദ്ദേഹം ഈ ഇലക്ഷൻ പ്രമാണിച്ച് അസംബ്ലി ഇലക്ഷൻ അടുക്കുമ്പോൾ ഒരു ചെറിയ അസുഖമാണ് ഈ അസുഖത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ. ചാണ്ടി ഉമ്മൻ വലിയ വിശ്വാസിയാണ്. എല്ലാ പള്ളികളിലും പുതുപ്പള്ളി പള്ളിയിലൊക്കെ എപ്പോഴും അങ്ങ് ഇരിക്കുന്ന ആളാണ്. എങ്കിൽ ബൈബിൾ എടുത്ത് വായിക്കുക. കള്ളസാക്ഷി പറയുന്നതും നീതിമാനായ ദൈവത്തിൻ്റെ വിശ്വാസിക്കുന്നവൻ നീതികേട് കാണിച്ചാൽ അവനെ ദൈവം ശിക്ഷിക്കുമെന്നാണ്. അത് രണ്ടും എടുത്തു വെച്ച് വായിച്ചേച്ച് അറിയാത്ത കാര്യങ്ങൾ പറയുക. തെളിവല്ലോ ഉണ്ടോ? കുറേ കാലമായിട്ട് ഇത് പറയുന്നല്ലോ. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് വന്ന് മത്സരിച്ച കാലത്ത് ഇതല്ലേ പറഞ്ഞത്? ഇതെന്താണ് ഈ വിഷയം ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം? ഈ വിഷയം ഒരു വിഷയമാണ്. CBI എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്ത മൊഴി ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യുന്ന ആളല്ല എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ്. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ മൊഴിയാണ് എൻ്റെ. എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആരെയും കള്ളക്കേസിൽ കുതുക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ആളല്ലെന്ന് എൻ്റെ നാട്ടുകാർക്കറിയാം. ഇത്തരം വേലകളും കൊണ്ട് നടക്കണ്ട. അതൊക്കെ നാണം കെട്ട പണിയാണ്. ഒരു ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നും പറയാനില്ല. വേറെ രാഷ്ട്രീയം വല്ലതും ഉണ്ടെങ്കിൽ പറ കുഞ്ഞേ, ചാണ്ടി ഉമ്മ, രാഷ്ട്രീയം വല്ലതും ഉണ്ടെങ്കിൽ പറ, നമുക്ക് അതിന് മറുപടി പറയാം. ഉമ്മൻചാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും എന്നെയും വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ചാൽ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. അത് ഓർത്താൽ നല്ലത്. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും. എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ട് വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയൂ? ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയൂ? മേലിൽ ഇത് പറയരുത്. പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ആരെയാ ചതിച്ചതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ ഇത്ര നാളും ഉണ്ടായിരുന്ന ആളാണ്. എന്നെ കൊണ്ട് പറയിക്കരുത്. അത് മാത്രമേ എനിക്ക് ചാണ്ടി ഉമ്മനോട് പറയാനുള്ളൂ. കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും, ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ കവളി. ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ? ജഗദീഷ് മത്സരിച്ച ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ ഇത് പറഞ്ഞല്ലേ ഈ സബ്ജക്റ്റ്? എന്നിട്ട് എന്തായി? ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങരുത്. രാഷ്ട്രീയമൊക്കെ ശരിയാണ്. അന്ന് ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലില്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു? ഞാൻ എന്ത് ഗ്രഹിക്കാനാണ് ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എൻ്റെ മന്ത്രിസ്ഥാനം 2003 രാജിവെപ്പിച്ചത്? ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത്? എൻ്റെ പേരിൽ ഏത് കേസാണുള്ളത് ഈ നാട്ടിൽ? സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ? നെല്ലിയാമ്പേദയെ പോലെ വനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണോ ഞാൻ രാജിവെച്ചത്? ഒരു കുടുംബ വഴക്കിനെ മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം. അതൊന്നും പറയരുത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്നോ ദ്രോഹിച്ചെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ആരാണ്ട് പറയുന്ന കേട്ടുകൊണ്ട് കൂലി തല്ലുകാരനായിട്ട് ഇറങ്ങരുത്. ഇറങ്ങിയാൽ പലതും പറയേണ്ടി വരും. പറയിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാന്യമായിട്ട് ഞാൻ പറയുകയാണ്, അത് പറയിക്കണ്ട. ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് CBI വന്നതിനോട് ചോദിച്ചപ്പോഴും ഞാനിത് പറഞ്ഞു. എൻ്റെ അടുത്ത കസേരയിൽ നിയമസഭയിൽ ഇരുന്ന ഉമ്മൻചാണ്ടി സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇവരെന്നോട് ഇങ്ങനെ ചോദിച്ചു. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉമ്മൻചാണ്ടി അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനാണ് അറിയാവുന്ന, അദ്ദേഹം എന്നോട് ഇതാണ് പറഞ്ഞ വാക്ക്. ഞങ്ങളത് എഴുതി വെക്കട്ടെ എന്ന് CBIക്കാർ ചോദിച്ചു. എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ എനിക്കുണ്ടായിരുന്ന പോരെ എന്ന് എഴുതിക്കോളൂ എന്ന് CBIക്കാരോട് പറഞ്ഞതാണ് ഞാൻ. അവരെഴുതിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അവരെ മൊഴിയെടുത്ത് പരിശോധിച്ചാൽ അറിയാം. ചുമ്മാ അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയൂല്ലോ. എന്ത് ദ്രോഹിച്ചു എന്ന് വെറുതെ പറയുന്നതല്ലേ? അങ്ങനൊന്നും പറയണ്ട. ആരെയാണ് ദ്രോഹിച്ചത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. എൻ്റെ 2 മക്കളെയും എന്നെയും കൂടി വേറെ പിരിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷേ എൻ്റെ മക്കളെയും എന്നെയും വേറെ പിരിച്ചത് ഈ ഉമ്മൻചാണ്ടിയല്ലേ? ഒരു നല്ല മനുഷ്യനാണെങ്കിൽ, നല്ലൊരു കുടുംബനാഥനാണെങ്കിൽ ഉമ്മൻചാണ്ടി ഞങ്ങളെ യോജിപ്പിച്ച് വിടാത്തത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞാൽ അനിയാ കൂടിപ്പോവും എന്ന് ഞാൻ പറയണം. നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഇലക്ഷൻ എടുക്കുമ്പോൾ ഇത്തരം കലാപരിപാടികളുമായിട്ട് ഇറങ്ങരുത്. അത് അന്തസ്സിന് നിരച്ച പരിപാടിയല്ല. ഞാൻ ചാണ്ടി ഉമ്മ മത്സരിച്ചപ്പം ചാണ്ടി ഉമ്മനെതിരായിട്ട് പുതുപ്പള്ളി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ഇതുവല്ലം പറഞ്ഞോ? വഷളത്തരം വല്ലതും പറഞ്ഞോ? ഉമ്മൻചാണ്ടിയുടെ മകനാണ്, വലിയ ദൈവവിശ്വാസിയാണ് പറയുന്നതെങ്കിൽ വഷളത്തരം പറയാതിരിക്കുക. ഒരാളെ എല്ലാവരെയും ചീത്ത പറഞ്ഞു തുടർന്നു. ശ്രീ K. കരുണാകരനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും വരെ ചീത്ത പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നു. ഇപ്പം
അന്ന് ഇവരെ ആരെയും കണ്ടില്ലല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരോട് ഒരു കാര്യം ചോദിക്കട്ടെ. ശ്രീ കെ കരുണാകരൻ്റെ പത്നിയെ ബഹുമാനിയായ ഈ പറയുന്ന ഇന്നത്തെ നേതാക്കളായ കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ശിവകുമാർ, ഈ പറയുന്ന പ്രധാനപ്പെട്ട പന്തളം സുധാകരൻ അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾക്കെല്ലാം ചോറ് വിളമ്പി കൊടുത്ത അമ്മയെപ്പോലെ നോക്കിയ കരുണാകരൻ സാറിൻ്റെ ഭാര്യയെപ്പറ്റി തോന്നിവാസം പറഞ്ഞപ്പോൾ അയാളെ വിലക്കാൻ ആരും ഉണ്ടായില്ല. അന്ന് പറയാവുന്ന ഗണേഷ് കുമാർ മാത്രമേ ഉണ്ടായിരുന്നു. ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ശ്രീ കെ കരുണാകരനോട് കടപ്പാടും സ്നേഹവും ബഹുമാനവുമുള്ള ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പോലും ഉണ്ടായിരുന്നില്ല. ഏതാ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് അന്തസ് വേണം കാര്യങ്ങളിലൊക്കെ പറയുമ്പോൾ. ആരെയാണ് പറയുന്നത്, ആരാണ് കെ കരുണാകരൻ എന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ പത്നി, അവരുടെ മഹത്വം എന്താണ്, അവരുടെ നന്മ എന്താണ് എന്ന് അറിഞ്ഞുകൂടെങ്കിൽ കെ സി വേണുഗോപാലെ പോലുള്ള നേതാക്കൾ അത്തരം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. എന്തും കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നടന്നങ്ങ് പറയാം ആരെക്കുറിച്ച്. അച്ഛൻ്റെ പ്രായമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് ഉപയോഗിച്ച വാക്കുകൾ എന്താണ് നമ്മൾ ഓർത്താൽ മതി. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചുകൊണ്ട് പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇലക്ഷൻ അടുത്ത് വരികയാണ്, വീണ്ടും പതുക്കെ ഇറങ്ങും. ഒരു കേസ് കൊട്ടാരക്കര കോടതി കിടപ്പുണ്ട്, നിങ്ങൾ അന്വേഷിക്കണം. ആ കേസ് നടത്തട്ടെ. ഞാൻ വക്കീലിനെ വെച്ചിട്ടുണ്ട്, ഞാൻ കോടതിയിൽ ഹാജരായിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കേസിന് ഒരു തെളിവോ ഒരു കടലാസോ ഒരു വക്കീലോ ആ കോടതിയിൽ ഹാജരാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്നറിയാമോ, ഇലക്ഷൻ അടുക്കുമ്പോൾ നോക്കണ്ടേ ഉമ്മൻചാണ്ടിയുടെ കേസെന്ന് പറഞ്ഞ് എടുക്കാനാണ്. ഉമ്മൻചാണ്ടിയെ ഞാൻ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് ഒരാൾ കൊടുത്തിട്ടുണ്ട്, ഒരു കോൺഗ്രസ്സുകാരൻ. തുടരട്ടെ. ഹൈക്കോടതിയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ജഡ്ജി പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി കേസ് തുടർന്നവനാണ്. അങ്ങനെ ഒരു വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്, ഇന്ത്യൻ നിയമത്തിലുണ്ട് എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി കേസ് നടത്തുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെയാണ് വിധി. ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി കേസ് നടക്കുകയാണ്. ആയിക്കോട്ടെ, വരട്ടെ. ഞാൻ വക്കീലിനെ വെച്ചിട്ടുണ്ട്, അവരെ വക്കീൽ ഹാജരായി, എൻ്റെ വക്കീൽ എല്ലാ അവധിക്കും ഹാജരാകുന്നുണ്ട്. എന്താണെന്നറിയാം, ഇലക്ഷൻ എടുക്കുമ്പോൾ വന്ന് പൊടി തട്ടി എടുക്കാനാണ് ചാണ്ടി ഉമ്മൻ്റെ ഈ പ്രസ്താവന. അതുകൊണ്ട് അതൊന്നും നല്ലതല്ല. രാഷ്ട്രീയം പറയാനാണെങ്കിൽ എനിക്ക് നന്നായിട്ട് രാഷ്ട്രീയം അറിയാം. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല. ആരെയും അധിക്ഷേപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ സംസാരിച്ചപ്പോൾ പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്, അത് ഞാൻ തിരുത്തിയിട്ടുണ്ട്, ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു എന്തിനായിരുന്നു നിങ്ങൾ തന്നെ ചിന്തിക്കൂ. എന്തിനായിരുന്നു? ചരിത്രം ഒന്ന് പരിശോധിക്കുക. എന്തിനായിരുന്നു? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? എൻ്റെ പേരിൽ എന്താണ് കേസ്? ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്? നെല്ലിയാമ്പാതിയിലെ വനഭൂമി പറഞ്ഞവർക്ക് പതിച്ചു കൊടുക്കാൻ കൂട്ടു നിൽക്കാത്ത ഒരു തെറ്റ് ഞാൻ ചെയ്തു. അത് മരിച്ചാലും ചെയ്യില്ല. അത് ഇവിടെ ഇപ്പോൾ ട്രാൻസ്പോർട്ട് നിറയാണ്ടും ചെയ്യില്ല, ഒരാളും ചെയ്യില്ല. എന്നോട് എൻ്റെ മുഖ്യമന്ത്രി, എൻ്റെ കൂടെയുള്ള സഹമന്ത്രിമാരും അത്തരത്തിലുള്ള തെറ്റ് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. LDF വന്നതിന് ശേഷം ഇല്ല, അതൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ ഒരുപാട് പേർക്ക് അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അവരോടൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല. PC ജോർജൊക്കെ ഇന്നും എൻ്റെ മിത്രങ്ങളാണ്. വളരെ സ്നേഹത്തോടെ ഞാൻ അദ്ദേഹം വിളിക്കും, ഞാൻ അദ്ദേഹത്തെയും വിളിക്കും, എൻ്റെ ചേട്ടാന്ന് വിളിച്ച് ഞാൻ സ്നേഹത്തോടെ കാണുന്ന ഒരാളാണ്. എൻ്റെ ഒരു സഹോദരനായി, മൂത്ത സഹോദരനായി കാണുന്ന ഒരു വ്യക്തിയാണ്. അവരോടൊക്കെ എനിക്ക് റെസ്പെക്റ്റേ ഉള്ളൂ. ഇവരോടെല്ലാം എനിക്ക് റെസ്പെക്റ്റേ ഉള്ളൂ. ഞാൻ വേല വെച്ചു എന്ന് ആരെങ്കിലും ഒരാൾ പറയും. ഞാൻ പറഞ്ഞ കറക്റ്റില്ലേ, ശ്രീ കെ കരുണാകരൻ്റെ ഭാര്യ എന്ന് പറയുന്നത് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾക്ക് പത്മജ ചേച്ചി മാത്രം പറഞ്ഞു, എൻ്റെ അമ്മയെ പറഞ്ഞ് ശരിയായില്ല. സ്വന്തം അമ്മയേക്കാൾ സ്നേഹം കൊടുത്ത KC വേണുഗോപാലിന്, രമേശ് ചെന്നിത്തലയ്ക്ക്, VD സതീശൻ അന്നില്ല. സതീശൻ അന്ന് കുറച്ച് ജൂനിയർ അവിടെ ഒന്നുമില്ല. സതീശനില്ല. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, ശിവകുമാർ, പന്തളം സുധാകരൻ, കാർത്തികേയൻ, MI ഷാനവാസ്, ഇവരെല്ലാവരും ആ അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ട്. അവരെ പറ്റിയിട്ട് അവർക്ക് ഒരു അനാവശ്യം ധ്വനിക്കുന്ന ഒരു സംസാരം ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിൽ നിന്നുണ്ടാകുമ്പോൾ ആവർത്തിക്കരുത് എന്ന് വിലക്കാൻ അന്തസ്സില്ലാത്ത ആളുകളല്ലേ. ഞാനല്ലേ പറഞ്ഞുള്ളൂ എതിര് അന്ന്. സത്യം പറയും, നിങ്ങളുടെ മാധ്യമങ്ങളും ഞാനല്ലേ എതിര് പറഞ്ഞുള്ളൂ. അതിനകത്ത് പത്മജ വേണുഗോപാലും പറഞ്ഞു, ഞാനും പറഞ്ഞു, രണ്ടുപേരും മാത്രം. K മുരളീധരൻ പോലും മിണ്ടിയില്ലല്ലോ അക്കാര്യത്തിൽ. ആരെ സന്തോഷിപ്പിക്കാൻ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഞാനൊരു ചതിയനാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ല ഈ കസേരയിൽ, കേട്ടോ. എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ചതിയനും വഞ്ചകനും എൻ്റെ രാജ്യത്തെ സർക്കാരിനെയും ഒറ്റി കൊടുക്കുന്നവനല്ല ഞാൻ. പിന്നീട് ഇല്ല, കൊടുക്കാൻ പറഞ്ഞല്ലോ. കൊടുക്കാമെന്ന് പറയുകയും കൊടിക്കുന്ന് സുരേഷിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടിക്കുന്ന് സുരേഷിനെ വിജയിപ്പിക്കണം, മന്ത്രിസ്ഥാനം പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ കൊടുത്തിരിക്കും എന്ന് കൊട്ടാരക്കര പത്തനാപുരത്ത് വീട്ടിൽ വെച്ച് അച്ഛനും ശ്രീ കൊടിക്കുന്ന് സുരേഷ് സാക്ഷിയായി ഉമ്മൻചാണ്ടി പറഞ്ഞു. എന്നിട്ട് കൊടുത്തോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന തൃശ്ശൂരുള്ള ശ്രീ ബാലകൃഷ്ണൻ അദ്ദേഹത്തെ രാജിവെപ്പിച്ച് ആ പോസ്റ്റിൽ കൊടുക്കാം എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞെന്ന് കൊടിക്കുന്ന് സുരേഷ് അറിയാമല്ലോ. അദ്ദേഹം സാക്ഷിയല്ലേ. അദ്ദേഹത്തെ സാക്ഷി നിർത്തിയല്ലേ അച്ഛനോട് പറയുന്നു ഉമ്മൻചാണ്ടി.
പത്തനാപുരത്ത് എൻ്റെ വീട്ടിൽ വെച്ചല്ലേ പറയും. അപ്പോൾ ആരാരെ വഞ്ചിച്ചു എന്നൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്താൽ വേറെ സാക്ഷികളുണ്ട് കേട്ടോ. ഞാൻ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹം സത്യം പറയും എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതേ. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഇറങ്ങി ആവശ്യമില്ലാത്ത ജാതിയും മതവും സമുദായം എന്ന് പറയാം. ഞാൻ ആരോടും ജാതിയും മതവും സമുദായം എന്നും പറയുന്ന ആളല്ല. ഉദ്ദേശം മനസ്സിലായി എന്ന് മാത്രം ചാണ്ടി ഉമ്മൻ മനസ്സിലാക്കിയാൽ മതി. ഉദ്ദേശം ആരാ അല്ല, മകൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടാന്നോ 2 പിള്ളേരെയും എല്ലാം കൂടി പല പാത്രത്തിലാക്കിയത്? ചുമ്മാ പറയുന്നില്ല ഇതൊക്കെ. ഞാനൊരു കാര്യം ചോദിട്ടെ, ഞാനൊരു ദുഷ്ടനും ദ്രോഹിയും ചതിയനുമാണെങ്കിൽ ഞാൻ ഇന്ന് ഈ കസേരയിൽ ഇരിക്കില്ല, വീട്ടിൽ ഇരുന്നേരെ. ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയതിനു ശേഷം 3 തിരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചു. ഏതാ? മനുഷ്യനും അറിയാം, ദൈവത്തിനും അറിയാം എൻ്റെ സത്യസന്ധത. അത് ഞാൻ പുലർത്തിയിട്ടുണ്ട്, ഞാൻ ഇന്നും പുലർത്തുന്നു. ഞാൻ ഇന്നും ഒരു മന്ത്രിയായിട്ടിരുന്ന് എൻ്റെ മുഖ്യമന്ത്രിയുടെയൊക്കെ അനുഗ്രഹവും സഹപ്രവർത്തകരുടെ സഹായം കൊണ്ട് ഞാൻ KSRTC പടുകുഴിയിൽ കിടന്ന KSRTC ഞാൻ കൈപിടിച്ച് ഉയർത്തിയവനാണ്. എന്നെ അങ്ങ് ചീപ്പായിട്ട് കാണണ്ട. 5 ലക്ഷം ജയിച്ചാളാണ് ഞാൻ, അങ്ങനെ ആരും കാണണ്ട. വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഞാനും അദ്ദേഹവും ഞങ്ങൾ 2 പേരും 5 ലക്ഷം തുടർച്ചയായിട്ട് ഒരേ മണ്ഡലത്തിൽ ജയിച്ചവരാണ്. ക്വാളിഫിക്കേഷന് കുറവൊന്നുമില്ല കേട്ടോ. അതൊന്നും വേണ്ട. ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്തിനാണ് ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവന? ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവന നിർത്തുന്നത് ചാണ്ടി ഉമ്മന് നല്ലത്. ഉദാഹരണം, അത് ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ടവരെ ഇളക്കി വിട്ട് ഇലക്ഷനിൽ എനിക്കെതിരെ നീക്കം ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഗൂഢതന്ത്രം. അതൊന്നും പത്തനാപുരത്തിൻ്റെ മണ്ണിൽ ചില ഭാവത്തിൽ വെച്ചിരുന്നാൽ മതി. വീണ്ടും ഇലക്ഷൻ എടുത്തു, ഇതേ വിഷയം, വേറെ ഒരു വിഷയമില്ല. ഈ നാടിന് ചെയ്ത നന്മകളോ ആ പത്തനാപുരം എന്ന നിയമമണ്ഡലത്തിന് ചെയ്ത പുരോഗതിയെക്കുറിച്ചോ അവിടെ ഉണ്ടായ വളർച്ചയെക്കുറിച്ചോ അവിടുത്തെ സാധാരണക്കാർക്ക് ലഭിച്ച നന്മയെക്കുറിച്ചോ ഒന്നുമില്ല പറയാം. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്നവർക്ക് സ്മാരകം പണിയുന്ന നാടാണ്. പിന്നെ ഇത് ഏതാ? മഹാത്മാഗാന്ധി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മാറ്റിയെന്ന മഹാത്മാഗാന്ധിയെ പറ്റിയ അവഹേളനം പറയും. ഗാന്ധിജിയുടെ പേര് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മാറ്റിയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഒന്നും ചെയ്യാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റുന്നില്ലല്ലോ. കൈപിടിച്ച് തലയെ കൈവച്ച് വളർത്തിക്കൊണ്ടുവന്ന മക്കളെപ്പോലെ കൊണ്ടുവന്ന കരുണാകരനെ എന്താ ചെയ്തേ? എന്ത്? അല്ല, അത് നാടിൻ്റെ ആവശ്യമല്ലേ. PM ശ്രീക്കാർ പോയി ഒപ്പിടുന്നു. ഒപ്പിടേണ്ടെന്ന് LDF തീരുമാനിക്കുകയും വേണ്ടാന്ന് വയ്ക്കുകയും ചെയ്തില്ല. അത് പിന്മാറാൻ തീരുമാനിച്ചല്ലോ. പിന്നെന്ത് PM ശ്രീക്കാർ പോകുന്നില്ല? PM ശ്രീക്കൊന്നും പോകുന്നില്ല. PM ശ്രീ ഒന്നും ഇല്ലാതെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ ഇടതുമുന്നണി കഴിഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന്, എൻ്റെ നിയമമണ്ഡലത്തിന് 48 സ്കൂൾ കെട്ടിടങ്ങൾ പണിഞ്ഞിട്ടുണ്ട്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ പണവും MLA ഫണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം 9 വർഷത്തിനിടയിൽ എൻ്റെ മണ്ഡലത്തിൽ 48 സ്കൂൾ ബിൽഡിംഗ്, MLA ഫണ്ടും ഉണ്ട്, MLA ഫണ്ടിലും ചെയ്തതുകൊണ്ട് രണ്ടും കൂടി ചേർത്ത് കൂട്ടിയാൽ 48 ബഹുനില മന്ദിരങ്ങൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ 100 കുഞ്ഞുങ്ങളിൽ കൂടുതൽ പഠിക്കുന്ന സ്കൂളുകളിൽ പണിതിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് പോയി പരിശോധിക്കാൻ കാണാം. ഗണേഷ് കുമാറിൻ്റെ MLA ഫണ്ടിൽ തുടങ്ങിയതാണ്. അതിനുശേഷം ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ടോട്ടൽ ഞാൻ തന്നെ എണ്ണിയപ്പോൾ അത്ഭുതപ്പെട്ടു. എൻ്റെ നിയോജകമണ്ഡലത്തിൽ മാത്രം 48 കെട്ടിടങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് പണിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അഭിമാനകരമായ നേട്ടമാണ്. അതിന് PM ശ്രീയുടെ ഒന്നും ആവശ്യമില്ല. 5000-ലധികം ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ഡിജിറ്റലൈസ് ചെയ്ത കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഡിജിറ്റലൈസ് ചെയ്ത സർക്കാരാണ് ഇടതുമുന്നണി സർക്കാർ. അത് PM ശ്രീ കിട്ടിയോണ്ടാണോ? അല്ല. ഇനി PM ശ്രീക്ക് കാലാവധിയൊന്നുമില്ലെന്നേ. PM ശ്രീ ഒപ്പിട്ടാലും ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഈ പറയുന്ന വിവാദങ്ങളൊന്നുമില്ല. PM ശ്രീ കിട്ടിയാലും ഇനിയും 6-7 മാസം പോലും ഇല്ല. അത് തീർന്ന്, അതിൻ്റെ കാലാവധി കഴിഞ്ഞു. ഒപ്പിട്ടാലും ഒന്നും സംഭവിക്കാനില്ല, ഒപ്പിട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. ഇവിടെ ഈ PM ശ്രീ പറയുന്നതിനേക്കാളും നല്ല പദ്ധതികൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത്രയധികം സ്കൂളുകൾ നവീകരിച്ചു. എല്ലാ സ്കൂളിലും MLA ഫണ്ട് ഉപയോഗിച്ച് ഫർണിച്ചറുകൾ വാങ്ങി. നിങ്ങൾ പത്തനാപുരത്ത് വന്ന് നോക്കൂ, ഏത് സ്കൂളിലാണ് ഫർണിച്ചർ ഇല്ലാത്തത്? സ്കൂൾ ബസ്സുകൾ വാങ്ങി. ഏത് കെട്ടിടങ്ങളാണ്? ഞാൻ 48 കെട്ടിടം പത്തനാപുരം നിയമനത്തിൽ മാത്രം പണിയുന്നത് ശരി റെക്കോർഡല്ല. അത് ചാണ്ടിയുമ്മനൊന്നും മനസ്സിലാക്കുന്ന നല്ലതാ. എന്നാൽ പുതുപ്പള്ളിയിൽ ഇതൊന്നും ഇല്ലെന്ന് ഓർത്തോണം. പുതുപ്പള്ളിയിലൊന്ന് പോയി നോക്ക്, നമുക്കൊന്ന് എണ്ണാം. പത്തനാപുരത്ത് 10 കൊല്ലത്തിനിടയിൽ പിണറായി സർക്കാർ വന്നിട്ട് 9 വർഷമായി. ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വ സർക്കാർ 9 വർഷം കഴിയുന്നതിന് മുമ്പ് ഞാൻ ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്. എൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു തുടങ്ങിയ കെട്ടിടങ്ങൾ എല്ലാ ഹൈസ്കൂളിനും ആദ്യം +2 സ്കൂളിനെല്ലാം ഞാൻ കെട്ടിടം വെച്ചു. ബഹുനില മന്ദിരം, പട്ടാഴി, പുന്നല, വെട്ടിക്കവല, ഇതെല്ലാം ഞാൻ പണിതാണ്. ചക്കുവരയ്ക്കൽ, ഇതെല്ലാം ഞാൻ പണിതാണ്. അതിനുശേഷമാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതും വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി
48 സ്കൂളുകൾ വന്ന് എണ്ണിക്കോ. പുതുപ്പള്ളിയിൽ 48 സ്കൂളുണ്ടെങ്കിൽ ഞാൻ എന്ത് പണിയാണോ ചെയ്യാം, 48 കെട്ടിടമുണ്ടെങ്കിൽ. നമ്മൾ നാടിന് ചെയ്ത നന്മയ്ക്ക് വിലയുണ്ട്, എല്ലാവരും മനസ്സിലാക്കുക. പത്തനാപുരത്തിന് ഞാൻ ചെയ്ത നന്മ 97 കോടി രൂപയുടെ താലൂക്ക് ആശുപത്രി പത്തനാപുരത്ത് വരെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഏത് താലൂക്ക് ആശുപത്രി, എന്ത് താലൂക്ക്, എവിടെ താലൂക്ക് ആശുപത്രി, ഇതാ പണി പൂർത്തിയാവാറായി. 97 കോടി രൂപയാണ്, 98 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചു തന്ന ഇടതുമുന്നണി സർക്കാർ. അഭിമാനത്തോടെ തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അല്ലാതെ ഒളിച്ചും തലയെ തുണിയിട്ടും പാത്തും പതുങ്ങിയും കള്ളം പറഞ്ഞു എന്ന് ഞാൻ വോട്ട് പിടിച്ചിട്ടില്ല. 25 കൊല്ലത്തിനകത്ത് ഇനിയോട്ട് പിടിക്കുകയില്ല. ജാതി പറഞ്ഞ് ഞാൻ വോട്ട് ചോദിക്കില്ല, എൻ്റെ നിർബന്ധമാണ്, ഞാനത് ചെയ്യില്ല. ജാതി പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥരോട് ഞാൻ പെരുമാറിയിട്ടില്ല. എൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ജാതി ചോദിച്ചിട്ടില്ല. എന്നെ സന്ദർശിച്ച ഒരാളോടും ഞാൻ ജാതി ചോദിച്ചിട്ടില്ല. ഞാൻ സത്യം വെടിഞ്ഞ് നിന്നിട്ടില്ല. എനിക്കാരും കൈക്കൂലിയും ഓഫർ ചെയ്യാറില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു വഴിവിട്ട വഴി കാര്യങ്ങളും ചെയ്യുകയുമില്ല. അത് സീറ്റുകൾ വരുന്ന ഘട്ടം അനുസരിച്ച് നമ്മൾ കൂട്ടി കൊണ്ടുവരും. ചോദിക്കുമല്ലോ, തീർച്ചയായിട്ടും ചോദിക്കും. ഞാൻ ജയിക്കുമോ ഇല്ലയോ നിങ്ങൾ നാട്ടുകാരോട് ചോദിക്കും. ഞാൻ ജയിക്കുമെന്ന് എനിക്കും അറിയാം, എൻ്റെ നാട്ടുകാർക്കും അറിയാം. അവർക്ക് ഞാനല്ലാതെ മറ്റൊരു സ്നേഹമില്ല. അത് വ്യക്തിപരമായ സ്നേഹമാണ്. ഈ പറയുന്ന വേലയൊന്നും നടക്കത്തില്ല. ഞാൻ ജാതി ചോദിക്കില്ല, പറയില്ല. ഗുരുദേവൻ പറഞ്ഞൊരാശയത്തിൽ ഞാൻ അന്തസ്സായി വിശ്വസിക്കുന്ന ആളാണ്. ജാതി ചോദിക്കില്ല, പറയില്ല. നിങ്ങൾ ആരുടെങ്കിലും ചോദിച്ചു ഗണേഷ് കുമാർ നിങ്ങളെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഞാൻ ചോദിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാർ, പത്തനാപുരത്തുള്ള കോൺഗ്രസ്സുകാർ പറയട്ടെ, അവരാവശ്യപ്പെട്ട അംഗൻവാടികൾ കൊടുത്തിട്ടില്ലേ, ആശുപത്രികൾ കൊടുത്തിട്ടില്ലേ, സബ് സെൻറ്റർ കൊടുത്തില്ലേ, MLA ഫണ്ടാണ്. BJPക്കാർ പറയട്ടെ, അവർ ചോദിച്ച്, അവരെ മെമ്പർമാർ ചോദിച്ച് ഏതെങ്കിലും സാധനം കൊടുക്കാതിരുന്നുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ പറയട്ടെ, ആരെങ്കിലും, ഞാൻ ആരോടും ഒരു വേറുകൃത്യം കാണിച്ചിട്ടില്ല. ഈ ചോദിക്കുന്ന മെമ്പർ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ BJP ആണോ എന്നുള്ളതല്ല, ഇതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണെന്നുള്ളത്. എല്ലാ പഞ്ചായത്തിലും MLA ഫണ്ടിൽ നിർമ്മിച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ നിങ്ങൾ പോയി കണ്ടു നോക്കുക. ഞാൻ വെറുതെ പറയുന്നതല്ല. ആ ആരോഗ്യ കേന്ദ്രങ്ങൾ എത്ര വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കും. KSRTC ബസ്സിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി എടുക്കൽ മാത്രമല്ല, എല്ലാം ഉണ്ട്. നിങ്ങൾ കണ്ടോളൂ. ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. നിങ്ങൾ വന്ന് കാണും. കുറ്റങ്ങളും കുറവുകളും പറയുന്നവരെ മുമ്പിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ നേരിട്ട് വരൂ, കാണൂ. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, വരൂ, കാണും. അതിൽ കുറേ പിന്നെ നമ്മളൊന്ന് ചോദിക്കട്ടെ, ന്യായമായി ചോദിക്കുകയാണ്. 15 വർഷം MLA, 5 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതെല്ലാം കിട്ടിയിട്ടും ഈ പാർട്ടി മോശമാണെന്ന് എപ്പോഴാണ് തോന്നുന്നത്? അന്നൊന്നും തോന്നാത്ത ഒരു വികാരം ഇന്ന് ഈ പാർട്ടിയോട് എങ്ങനെ തോന്നി? ഈ പാർട്ടി കൊടുത്തതല്ലേ. ശ്രീമതി മേഴ്സിക്കുട്ടി പലതവണ ഇലക്ഷൻ നിന്നിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, മന്ത്രിയായിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്, അവർക്ക് സീറ്റ് കൊടുക്കാതിരുന്നിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ അല്ലേ ആദ്യം പാർട്ടി വിടുന്നത്? അവർ വിട്ടോ? അതൊക്കെ ന്യായമില്ലാത്ത കാര്യങ്ങളാണ്. അത് നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള പാർട്ടിയിൽ പല പ്രമുഖ വ്യക്തികൾക്കും അടുത്ത ഇലക്ഷനിൽ സീറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ പാർട്ടിയോടൊപ്പം നിൽക്കാതെ എല്ലാവരും വേറെ പാർട്ടി പോവുകയാണ്. ആണോ? കഴിഞ്ഞ പ്രാവശ്യം 2 വർഷത്തിലധികം മത്സരിച്ച മുഖ്യമന്ത്രി ഒഴിച്ച് എല്ലാവരുടെയും സീറ്റുകളിൽ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും പാർട്ടി വിട്ട് കോൺഗ്രസ് ചേർന്നു. 3 തവണ ജയിച്ചു. 5 വർഷം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ ഈ പാർട്ടി അത്ര പോരാ. രാജേന്ദ്രൻ എന്താണ് സംഭവിച്ചത്? രാജേന്ദ്രൻ എല്ലാ സംരക്ഷണവും നൽകി 15 കൊല്ലം രാജേന്ദ്രനെ മൂന്നാറിൻ്റെ MLA കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മൂന്നാറിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. രാജ എന്നൊരു ചെറുപ്പക്കാരന് വേണ്ടി ആ സീറ്റൊന്ന് മാറിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത് പാർട്ടി തീരുമാനമാണ്. 2 വർഷത്തിൽ കൂടുതൽ മത്സരിച്ചവർ മത്സരിക്കേണ്ടെന്ന് കേരളത്തിൽ മൊത്തത്തിലൊരു തീരുമാനം എടുത്തപ്പോൾ പാർട്ടി രാജേന്ദ്രനോട് മാറിയിരിക്കാൻ പറഞ്ഞു. രാജേന്ദ്രൻ പോയി BJP ചേർന്നു. ഇനി രാജേന്ദ്രൻ അവിടെ മത്സരിക്കുമെന്നും പറയുന്നുണ്ട്. നമ്മളെ സുഹൃത്തൊക്കെ ശരിയാ, മത്സരിക്കുന്ന കുഴപ്പമില്ല, തോറ്റു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ചെയ്യാമോ? ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച് മരിക്കുന്നില്ലേ? അവർക്കാർക്കും ഇല്ലാത്ത പരാതിയാണ് ഇതെല്ലാം കിട്ടിയവർക്ക്. ശരിയല്ല, അത് അന്തസ്സല്ല. കാരണം മറ്റേതൊരു വനിതാ നേതാവിന് കിട്ടുന്നതിനേക്കാൾ പരിഗണന ലഭിച്ച ആളാണ് ശ്രീമതി ആയിഷ പൊറ്റി. എൻ്റെ ഒരു സഹോദരിയാണ്, ഞാൻ സ്നേഹിക്കുന്ന ആളാണ്, ബഹുമാനത്തോടെ പറയുകയാണ്. ഇത് വേണ്ടിയിരുന്നില്ല. അവസാനം ചാടിയത് നടുകടലിലേക്കാണ്. എല്ലാവരും പ്രധാനമന്ത്രിയാകും വരെ യോഗ്യതയുള്ള 1 ലക്ഷം ആളുകളുള്ളൊരു പാർട്ടിയിലേക്കാണ് ചേർന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയാവാൻ യോഗ്യതയുള്ള 1 ലക്ഷം ആളെങ്കിലും മിനിമം കാണും ഇപ്പോൾ പോയ പാർട്ടിക്കകത്ത്. ഇപ്പോഴാണോ MLA? അതൊക്കെ രാഷ്ട്രീയമല്ലേ മാറി മറിഞ്ഞു
സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. ജനങ്ങൾക്കും അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും തിരിഞ്ഞൊക്കെ വരും. അതിലൊന്നും ഒരു കാര്യമില്ല. ഒരു തവണ LDF ഭരിക്കുന്നു, പിന്നെ UDF ഭരിക്കുന്നു, പിന്നെ LDF ഭരിക്കുന്നു, LDF വീണ്ടും ഭരിക്കുന്നു. മാറിയും തിരിഞ്ഞൊക്കെ വരും. അതൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ വരും. കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ഏതെങ്കിലും സംസ്ഥാനത്ത് അഡ്രസ്സ് ഉണ്ടോ? ഇപ്പം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച് എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യ ഭരിക്കുന്നു, കോൺഗ്രസ് ഭരിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഭരിക്കുകയും ചെയ്തിരുന്ന കോൺഗ്രസ്സിന് ഇന്ന് ഇന്ത്യയിൽ പല സ്ഥലത്തും കോൺഗ്രസ് ഉണ്ടോ? അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയണം. അതൊക്കെ രാഷ്ട്രീയമാവും. മാറി നാളെ ഇതെല്ലാം മാറി BJP ഔട്ടാക്കിയിട്ട് കോൺഗ്രസ്സിന് വളർന്നു വരാം, അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്ക് വളർന്നു വരാം. അതൊന്നും ഇപ്പം രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രവചനമൊന്നും പറ്റത്തില്ല. നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത് മറിച്ചൊരു ചോദ്യം. ജില്ലാ കൗൺസിൽ ഇലക്ഷൻ നടക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തോടെ LDF മൊത്തം പിടിച്ചെടുത്തു, തൂത്തുവാരി. നേരത്തെ നയനാർ സർക്കാർ അസംബ്ലി പിരിച്ചുവിട്ട് ഇലക്ഷനിലേക്ക് പോയി. UDF അധികാരത്തിൽ വന്നു. അപ്പോഴോ? അപ്പോൾ ഇതിലങ്ങനൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ മാറുന്നതിനൊന്നും വലിയ സമയം വേണ്ട. എൻ്റെ അച്ഛൻ പറയുന്നൊരു കാര്യം ഞാൻ പൊതുവായി പ്രസംഗിക്കാറുണ്ട്. അവസാനത്തെ ദിവസത്തെ ഒരു 30 ദിവസം 20 ദിവസത്തിനകത്ത് വരുന്നൊരു രാഷ്ട്രീയ മാറ്റമുണ്ട്. അതാണ് ഇതിനെല്ലാം മാറ്റിമറിക്കുന്നത്. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ അത് തന്നെ സംഭവിച്ചു. അവസാന ദിവസങ്ങളിൽ വന്ന ഈ പറയുന്ന ശബരിമലയുമായി ഇല്ലാത്ത സർക്കാർ ക്ഷേമ പെൻഷനുകളും എല്ലാ കാര്യങ്ങളും ആവശ്യാനുസരണം നൽകി വാക്ക് പാലിച്ച സർക്കാർ. ആ സർക്കാരിനെതിരെ ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ ഇത് തന്നെ കാര്യം, അല്ല വേറെ ഇത് കാര്യം? ഒരു കാര്യമില്ല. പിന്നെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റിയ സർക്കാർ, നേട്ടങ്ങൾ മാത്രം നിരത്താൻ കഴിയുന്ന ഒരു സർക്കാർ. ഒരു അഴിമതിയില്ല, ആരോപണമില്ല, ഒന്നുമില്ല. പറഞ്ഞ ആരോപണങ്ങളെല്ലാം കോടതി മുമ്പാകെ പോയി പൊളിഞ്ഞു. സർക്കാരിനെതിരായിട്ട് പറഞ്ഞ ആരോപണങ്ങൾ. അങ്ങനെയുള്ള ഒരു സർക്കാരിൻ്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടണമെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് ബാധിച്ചില്ല എന്നൊന്നും ഞാൻ പറയില്ല. അല്ല, അത് CPM-ൻ്റെ വിലയിരുത്തൽ, ഇത് കേരള കോൺഗ്രസ് ബിയുടെ വിലയിരുത്തൽ. ചേസ് പൊട്ടിയ വണ്ടിയുടെ ചേസ് ശരിയാക്കി തന്നില്ലേ? നേരത്തെ 2 വണ്ടിയുടെ ചേസ് പൊട്ടിയിരുന്നു, നേരത്തെ വാങ്ങിച്ച വണ്ടി. അത് ആ ചേസ് പൊട്ടിയത് അതിൻ്റെ ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു ബാലൻസ് കുറവുകൊണ്ട് പറ്റുന്നതാണ്. അവിടെ ഒരു വാഷറുണ്ട്, അത് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ വണ്ടിയുടെ ചേസസ്, ഈ പൊട്ടിയ 2 വണ്ടിയുടെ ചേസസ് ഞാൻ മന്ത്രിയാവുന്ന സമയത്താണ് ലൈലൻഡ് കമ്പനി അത് 2 മാറ്റി തന്നിരുന്നു. ഇത് പുതുതായിട്ട് പൊട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അന്ന് പൊട്ടിയ വണ്ടിയുടെ ചേസസ് മാറ്റിയതാണ്. അല്ല, അത് നോക്കാം. അത് ശ്രദ്ധയിൽപ്പെട്ടാൽ നോക്കാം, തീർച്ചയായിട്ടും നോക്കാം. ഞാൻ ചോദിച്ചേ, പുക പരിശോധന കേന്ദ്രം, നിങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു പുക പരിശോധന കേന്ദ്രത്തിൽ ക്രമക്കേട് നടന്നോ എന്ന് ചോദിച്ചു. ഞാൻ എന്താണ് ചെയ്തത്? ഏതൊരു പുക പരിശോധനത്തിന് കൊടുക്കുന്ന അതേ പണിഷ്മെൻറ്റ് ഇവർക്കും കൊടുത്തു. 15 ദിവസത്തേക്ക് അടച്ചേക്കാൻ പറഞ്ഞു. ആ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ മൊത്തം മാറ്റാനും പറഞ്ഞു. ഇല്ല, അതുകൊണ്ടല്ല. അത് അവിടെ ഇരിക്കുന്ന ആ മോഡലിൽ കാണാം. ഈ ചേസിൻ്റെ പുറത്ത് ഇപ്പോൾ വരുന്ന വണ്ടി എന്ന് പറയുന്നത് ചേസിൻ്റെ പുറത്ത് ബോഡി ഇങ്ങനെ ഇറക്കി വയ്ക്കുന്നതാണ്. ഇപ്പോഴത്തെ ബോഡി കൂടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് വണ്ടി. ഇങ്ങനെ ഇറങ്ങിയിരിക്കും വണ്ടി. മറ്റത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പടിയിൽ കയറാൻ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. പ്രായമായ അമ്മമാർക്കൊക്കെ വലിയ പാടാണ്. വണ്ടി വല്ലാതെ ഉയർന്നിരിക്കണം. അത് എന്തിനു ചെയ്തെന്ന് വെച്ചാൽ അതിനകത്ത് ഈ കൊറിയർ കൊണ്ടുപോകാൻ വേണ്ടി ലഗേജ് വെക്കണമെന്ന് പറഞ്ഞ് അന്ന് ബോഡി ചെയ്യുമ്പോൾ പൊക്കി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചേസിൻ്റെ പുറത്താണ് ഈ വണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഈ ചേസിന് 2 പാളമാണ്. ഈ പാളത്തിൻ്റെ പുറത്തിരിക്കുന്ന ബോഡിയുടെ ഇടയിൽ ഇതുപോലൊരു വാഷറുണ്ട്. ഈ വാഷർ വെച്ചിട്ടാണ് ഇതിനെ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്. ഈ വാഷർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പ്ലേസ്മെൻറ്റ് മാറിയാൽ ബോഡി നേരെ വന്ന് ചേസിൽ തട്ടും. അവിടെ ചേസ് പൊട്ടും. അങ്ങനെയാണ് ചേസ് പൊട്ടിയത്. ഈ ബോഡി ബിൽഡ് ചെയ്ത് ഇപ്പം അങ്ങനെ ഇപ്പോൾ ബോഡി ചെയ്തേക്കുന്നതല്ലേ, പുതിയ വണ്ടിയെല്ലാം കണ്ടില്ലേ, ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പം പടി കയറാൻ വളരെ എളുപ്പമാണ്. വേറെ തമാശയും കൂടെ പറയാം. ഞാൻ മന്ത്രിയായിട്ട് വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യയെ ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഗണേശ, പ്രായമാർക്ക് ബസ്സിൽ കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഇനി പടിയൊന്ന് താത്തു വയ്ക്കണേ മോനെ എന്ന് പറഞ്ഞു. ശരി ചേച്ചി എന്ന് ഞാൻ പറഞ്ഞു. താത്തു വെച്ച് കൊടുത്തു. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറഞ്ഞിട്ടാണ് അത് താത്തു വെച്ച് കൊടുത്തത്. അത് ചാണ്ടി ഉമ്മൻ അറിഞ്ഞില്ലെങ്കിൽ അമ്മയോട് ചോദിക്കണം. ഞാൻ എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ താത്തു വെച്ചിട്ടുണ്ടോ സ്ഥലത്ത് വെച്ച് കണ്ടാൽ മതി, പടി താത്തു വെച്ച് കൊടുത്ത ഞാനാണ്. അത്രയും പരിഗണനയുണ്ട് കേട്ടോ മോനെ.